ഉപ്പയ്ക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണോ അതോ കള്ളമാണോ എന്നത് തമ്പുരാൻ അറിയാം. സൈന സൗത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണിത്. കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബിഗ് ബോസ് സീസൺ 6-ൽ ജാസ്മിൻ കണ്ടസ്റ്റന്റായി പങ്കെടുക്കുമ്പോൾ അകത്തും പുറത്തും നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ജാസ്മിന്റെ വ്യക്തിബന്ധങ്ങൾ വരെ കടന്നു വരികയും ചെയ്തു. ഗബ്രിയുമായുള്ള കോംബോയാണ് വിമർശനങ്ങൾക്ക് കാരണമായതെങ്കിലും പലപ്പോഴും വിമർശനങ്ങൾ അധിക്ഷേപത്തിലേക്ക് വരെ നീണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ജാസ്മിന്റെ പിതാവ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഫോൺ വിളിച്ചത്. ജാസ്മിന്റെ പിതാവ് വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചതെന്ന് ഷോയിൽ കാണിച്ചിരുന്നില്ല. പിന്നീട് ആ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നാണ് പറഞ്ഞത് ജാസ്മിന്റെ പിതാവിന്റെ അസുഖ വിവരമാണ് അറിയിച്ചതെന്ന്. ഇത് പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായി. ആ കോൾ അസുഖ വിവരം പറയാനുള്ളതായിരുന്നില്ല, മറിച്ച് കോംബോ ഗെയിം നെഗറ്റീവായി മാറുന്നുണ്ടെന്ന് സൂചന നൽകിയിരുന്നതെന്നാണ് പ്രധാന ആരോപണം. ഇപ്പോ ഈ വിഷയത്തിൽ ജാസ്മിൻ തന്നെ തന്റെ നിലപാട് തുറന്നു പറയുകയാണ്. സൈന സൗത്തിന് കൊടുത്ത ഒരു പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ. അത്ത വിളിച്ചതൊക്കെ പുറത്തു വിടുന്നില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, പുറത്തേക്ക് എന്ത് വിടുന്നു എന്ത് വിടുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. അത്ത സംസാരിച്ചപ്പോ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ എന്നത് തമ്പുരാൻ അറിയാം. ഒരു വയ്യായിക വന്നപ്പോൾ എന്നെ വിളിച്ചറിയിച്ചതാണെന്നാണ് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്ന രീതിയിലും പറഞ്ഞിരുന്നു. ആ ചിന്നു വിളിയിൽ ഒരു ഇടർച്ച എനിക്ക് തോന്നി. നമ്മുടെ രക്ഷിതാക്കളെ വർഷങ്ങളായി കാണുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദത്തിൽ ഇടർച്ചകൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ സമയത്ത് അകത്തെയും പ്രധാന ചർച്ച എന്റെയും ഗബ്രിയുടേതുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കളിച്ചിട്ടുണ്ട്, ഒരുമിച്ച് നിന്നാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നായിരുന്നു അവിടുത്തെ അവസ്ഥ. എങ്കിലും അത്തേക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ടാണോ എന്നുള്ള ചിന്തയും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോളിന് ശേഷം ഗബ്രി എന്റെ അടുക്കിലേക്ക് വരുമ്പോൾ എനിക്കൊരു വെപ്രാളമായിരുന്നു. ഗബ്രിയുടെ അടുത്തുള്ള ആ ഒരു അകൽച്ച 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. 2 ദിവസവും 3-ാം ദിവസവും ഒക്കെ ഞാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു. ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അവർ ഇറക്കി വിടുകയൊന്നുമില്ല. അവസാനം ലാലേട്ടൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആയത്. തുടർന്നും ഗബ്രിയോട് ഞാൻ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അവിടെ അങ്ങനെയേ സാധിക്കൂ, ടാസ്കുകളൊക്കെ കളിക്കേണ്ടതല്ലേ. ഇതൊക്കെയാണ് സൈന സൗത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞത്.